ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സായുധ സേന, പോലീസ്, സുരക്ഷാ പ്രവർത്തകർ എന്നീ വിഭാഗങ്ങളുടെ ജൂബിലി ആചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണത്തിൽ ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 10:30 ആരംഭിച്ച ദിവ്യബലിയിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികനായി. സമൂഹ ദിവ്യബലിയിൽ പാത്രിയാർക്കീസുമാർ, കർദിനാളുമാർ, മെത്രാൻമാർ, വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 30,000 സ്ത്രീ പുരുഷന്മാരായ സേനാംഗങ്ങൾ റോമിലെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. വിശാഖപട്ടണം, ജൽപൈഗുരി, ഷീലോക്ക്, നെയ്യാറ്റിൻകര എന്നീ രൂപതകൾക്ക് പുതിയ ഭരണസാരഥികളെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി ഫാദർ ഡോക്ടർ സെൽവരാജൻ ദാസിനെ നിയമിച്ചതിനോടൊപ്പം ബിഷപ്പ് ഉടുമല ബാലശ്വരടിയാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം അതിരൂപത ആർച്ച് ബിഷപ്പായി ഉയർത്തിയിരിക്കുന്നത്. മേഘാലയത്തിലെ ഷീലോക്ക് അതിരൂപതയുടെ സഹായ മെത്രാനായി ഫാദർ ബെർണാഡ് ലാലുവിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ഉത്തരവും പാപ്പ പുറപ്പെടുവിച്ചു. കൂടാതെ പശ്ചിമ ബംഗാളിലെ ജൽപൈഗുരി രൂപതയുടെ മെത്രാനായി ഫാദർ ഫേബിയൻ തോപ്പോയെയാണ് നിയമിച്ചിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹവും ക്രൈസ്തവ സമുദായവും കാലങ്ങളായി അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ നിസ്സംഗത പുലർത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയവൈകല്യങ്ങളെ ചോദ്യം ചെയ്ത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ സർക്കുലർ 15-ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനാട് മാങ്കൊമ്പിൽ നിന്നും ചങ്ങനാശ്ശേരി SB കോളേജിലേക്ക് നടത്തപ്പെടുന്ന കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം എന്ന അവകാശ സംരക്ഷണ റാലിയോടും മഹാസമ്മേളനത്തോടും അനുബന്ധിച്ചാണ് സർക്കുലർ പുറത്തിറക്കിയത്. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട സർക്കാരുകൾ വന്യമൃഗശല്യം കാരണം മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് കർദിനാൾ മാർ ബെസിലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ദേവാലയത്തിന്റെയും എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെയും റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരാനും ലഭ്യമായ അവകാശങ്ങളിൽ കൈകടത്താനും വെട്ടിക്കുറയ്ക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നീക്കങ്ങൾ അപലപനീയമാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത പറഞ്ഞു. വിവാഹം എല്ലാ തലമുറകൾക്കും പ്രത്യാശയുടെ ഉറവിടമാണെന്ന് US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ബിഷപ്പ് റോബർട്ട് E. ബാരൻ. USA ദേശീയ വിവാഹ വാരാചരണത്തിന്റെയും ആഗോള വിവാഹ ദിനത്തിന്റെയും മുന്നോടിയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ബിഷപ്പ് ബാരൻ ഇപ്രകാരം പങ്കുവച്ചത്. പ്രത്യാശ എന്ന പുണ്യത്തിൽ കേന്ദ്രീകൃതമായ ഈ ജൂബിലി വർഷത്തിൽ US ദേശീയ വിവാഹ വാരാചരണത്തിന്റെ പ്രമേയം പ്രത്യാശയുടെ ഉറവിടം, നവീകരണത്തിന്റെ വസന്തം നിലനിൽക്കുന്ന സ്നേഹം പിന്തുടരുക എന്നതാണെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.